കേരള ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് ദുരന്തം. ഒരു പൊതിച്ചോറിന്റെ വലിപ്പത്തിലോ അതിലും കുറവിലോ പോലും മനുഷ്യ ശരീരങ്ങൾ അവശേഷിപ്പിച്ച് ലോകമനുഷ്യരെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തം. നാടൊട്ടുക്ക് ഒരു നാടിനു വേണ്ടി ഹൃദയം ചേർക്കുമ്പോൾ തൊടുപുഴ ഇടവെട്ടിയിൽ നിന്നും തന്റെ പിറന്നാൾ ആഘോഷിക്കാൻ കരുതിവച്ച 14,000 രൂപയുമായി ബിസ്മി സുബൈർ എന്ന ഒരു കൊച്ചുമിടുക്കി. പോർനിലങ്ങളിൽ നിരവധി സമരചരിത്രങ്ങൾ എഴുതിയ സമാനതകളില്ലാത്ത സഹനത്തിന്റെയും സമരത്തിന്റെയും കനലുകൾ തെളിയിച്ച് ദുരന്തമുഖങ്ങളിൽ കൈമൈ മറന്ന് പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്ഐയുടെ വയനാട് ഫണ്ട് ശേഖരണത്തിലേക്കാണ് ഈ മിടുക്കി പണം കൈമാറിയത്. ഞാനിത് എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി പൈസ ഇങ്ങനെ ചൊരുക്കൂട്ടാറുണ്ട്. ഒപ്പിച്ച് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ തരാറുണ്ട്. അപ്പം വയനാട്ടിൽ ഇങ്ങനെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായത് ന്യൂസിലും എല്ലാം കണ്ടപ്പം ഞാൻ ഓർത്തു ഈ തവണ ഞാൻ ബർത്ത്ഡേക്ക് വേണ്ടി ചൊരുക്കൂട്ടിയ പൈസ വയനാട്ടിന് വേണ്ടി കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാനിത് ഡിവൈഎഫ്ഐക്ക് വേണ്ടി ഡിവൈഎഫ്ഐയിലോട്ട് ഞാൻ കൈമാറുന്നത്. വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തിൽ തങ്ങളുടെ ഇതുവരെയുള്ള സമ്പാദ്യവും വീടും എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി വലിയൊരു ഇടപെടലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആക്രി ചലഞ്ച് ഉൾപ്പെടെ അതുപോലെ തന്നെ മറ്റ് ചലഞ്ചുകളെല്ലാം നടക്കുകയാണ്. അതോടൊപ്പമാണ് തങ്ങളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി കുടുക്കുകളിലെല്ലാം കൂട്ടിവെച്ചിട്ടുള്ള സമ്പാദ്യങ്ങളൊക്കെ കുട്ടികൾ ഈ ഉദ്യമത്തിലേക്കായി നൽകുന്നത്. ഇന്നിപ്പോൾ ബിസ്മി ഇതുപോലെ കരുതി വെച്ചൊരു തുകയാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഈ കുട്ടികളുടെ വലിയ മനസ്സിനെ ഡിവൈഎഫ്ഐക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഈ റീബിൽഡ് വയനാട് ക്യാമ്പയിനൊപ്പം കൂടിയ ചേർന്ന വലിയ സഹായം നൽകിയ ബിസ്മിക്ക് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരുള്ള നന്ദിയും അറിയിക്കാം. എൻ്റെ അനിയത്തി ബിസ്മി എല്ലാ ഇയറും ബർത്ത്ഡേക്ക് വേണ്ടി കുടിക്കയിൽ ക്യാഷ് ഇടുമായിരുന്നു. അപ്പം ഈ വയനാടിൻ്റെ ദുരിതം അറിഞ്ഞപ്പോൾ തൊട്ട് എല്ലാവരും ക്യാഷ് കൊടുക്കുന്നുണ്ട്. ആളും പറയായിരുന്നു അവക്കിടെ കുടിക്കയിൽ ക്യാഷ് ആണെങ്കിൽ വയനാടിന് വേണ്ടി കൊടുക്കണമെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. രാജ്യത്തിന്റെ ഭാവി വളർന്നു വരുന്ന തലമുറയുടെ കൈകളിൽ ആണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബിസ്മി എന്ന ഈ പെൺകുട്ടി. തൻ്റെ കുഞ്ഞു സന്തോഷങ്ങൾക്കായി കരുതി വെച്ച നാണയത്തുട്ടുകൾ ഒരു നാടിൻ്റെ നന്മയിലേക്ക് ചേർത്ത് വയ്ക്കാൻ കാണിച്ച ഹൃദയവിശാലത, അതാണ് കേരള ജനത. ഇനിയും ഇതുപോലെയുള്ള ബിസ്മിമാർ ഉള്ളിടത്തോളം നമ്മൾ ആ നാടിനെ നമുക്കൊപ്പം ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും.